നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ കോച്ചിംഗ് സെന്റർ ഡയറക്ടറാണ് അറസ്റ്റിലായത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ രാജ്യസഭയിൽ കോൺഗ്രസ് അവകാശ ലംഘന നോട്ടീസ് നൽകുകയും ചെയ്തു. മന്ത്രി പാർലമെന്ററി സമിതിയെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജയറാം രമേശിന്റെ നോട്ടീസ്. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുകയാണ്. നോബിൾ, അപ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധമുള്ള, അതായത് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ആളുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. ഇപ്പോൾ ഈ പുതുതായി പിടിയിലാകുന്ന വ്യക്തികളും എല്ലാവരും സ്വന്തം ലാഭത്തിന് വേണ്ടിയാണ് ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഇങ്ങനെ ഒറ്റുകൊടുത്തത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അന്വേഷണം ഏത് വഴിക്കാണ് പോകുന്നത്? ഒപ്പം ഈ ഒരു വിഷയത്തിന്റെ മേൽ നടക്കുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുകയാണ് CBI. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ലാത്തൂരിൽ പ്രവർത്തിക്കുന്ന രേണുക കെമിസ്ട്രി ക്ലാസ് ഡയറക്ടറായിട്ടുള്ള ശിവരാജ് മൊട്ടേങ്കാവങ്കറാണ് ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ മുൻപ് ഈ കേസിൽ അറസ്റ്റായ പ്രതികളുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് CBI വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഫോണിൽ നിന്ന് ചോദ്യപേപ്പർ കണ്ടെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂനെയിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള ബ്യൂട്ടീഷ്യൻ മനീഷ വാഗ്മരയും ഈ ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന കണ്ണിയാണ് എന്ന് CBI വ്യക്തമാക്കുന്നുണ്ട്. അധ്യാപകരുമായി ഇവർ ഗൂഢാലോചന നടത്തി 10 ലക്ഷം രൂപയ്ക്ക് വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ വിൽക്കാനായിരുന്നു ഇവരുടെ പദ്ധതി എന്നാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം ഇന്നിപ്പോൾ മഹാരാഷ്ട്ര നന്ദനിൽ 8 മണിക്കൂർ CBI പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. മകൾക്ക് വേണ്ടി 5 ലക്ഷം രൂപയ്ക്ക് ചോദ്യപേപ്പർ വാങ്ങിയ ബാബുറാവു കദത്തിന്റെ വസതിയിലാണ് പരിശോധന നടന്നത്. ബാബുറാവു കദത്തോടും കുടുംബത്തോടും ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നിർദ്ദേശം CBIയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വലിയ വിമർശനവും നടപടിയും ഘടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പാർലമെന്ററി സമിതിക്ക് മുന്നിൽ അദ്ദേഹം പാർലമെന്ററി സമിതിയെ അപമാനിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് ജയറാം രമേശ് ഇപ്പോൾ രാജ്യസഭയിൽ അവകാശ ലംഘനത്തിന് കേന്ദ്രമന്ത്രിക്കെതിരെ നോട്ടീസ് നൽകി. എന്നാണെങ്കിലും പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടന വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ തെരുവിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് അവർ വ്യക്തമാകുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകളടക്കം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, നോബിൾ മാരിക്കാരനാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.